വെൽക്കം ടു പ്രെപ് സ്കെയിൽ. മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് എലിമിനേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നുള്ളതാണ് അല്ലേ. പെടുന്നവ ഏതെല്ലാം. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആയിട്ട് വരുന്ന പോയിന്റുകളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്കറിയാം പ്രധാനമായിട്ട് 3 സ്റ്റേറ്റ്മെൻറ്റുകൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ. 3 സ്റ്റേറ്റ്മെൻറ്റുകളും 4 ഓപ്ഷൻസും ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ഓപ്ഷനിലേക്ക് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പോവാം. സമാധാനപരമായ സഹവർത്തിത്വം. സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കറിയാം അത് സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഒരു വിദേശ പോളിസിയുമായിട്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫോറിൻ പോളിസിയുമായിട്ട് അതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പോയിന്റ് തന്നെയാണ് സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം എന്നുള്ളത് അല്ലേ. മറ്റ് രാജ്യങ്ങളോടാണ് വളരെ സമാധാനപരമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളുമാണ് എന്ത് ചെയ്യുന്നത്, ഈ സമാധാനപരമായിട്ടുള്ള സഹവർത്തിത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ് വരാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് അല്ലേ. അപ്പോൾ റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ ഓപ്ഷൻ അല്ലെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഉള്ള ഓപ്ഷൻസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പോകണം അല്ലേ. നമ്മളെന്താണ് പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ എലിമിനേഷൻ ടെക്നിക്ക് വഴി ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകേണ്ടത് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിലേക്കല്ല, നമ്മൾ പോകേണ്ടത് ഓപ്ഷനിലേക്കാണ് അല്ലേ. ഓപ്ഷനിലേക്കാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ഒന്നുള്ള ഓപ്ഷൻ ഏതൊക്കെയുണ്ട് എന്നാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ആദ്യം നോക്കേണ്ടത് അല്ലേ. ഒന്നുള്ള ഓപ്ഷൻ ഏതൊക്കെയാണ്, ഒന്നുള്ള ഓപ്ഷൻ ഈ 3 ഒന്നുണ്ട്, സിയിൽ മാത്രം ഒന്നില്ല അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സിയെ വെട്ടാം. കാരണം സി അല്ല ഇതിൻ്റെ ശരിയായിട്ടുള്ള ആൻസറായിട്ട് വരാനുള്ള സാധ്യത ഉള്ളത് അല്ലേ. അപ്പോൾ 1ഉം 2ഉം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, 1ഉം 3ഉം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, പിന്നെ 1, 2, 3 എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഓപ്ഷന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് ഇനി പോവാലോ. വംശീയവാദത്തോടുള്ള വിദ്വേഷം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. വംശീയവാദത്തോടുള്ള വിദ്വേഷം അല്ലേ. അതും സാധാരണഗതിയിൽ ഇന്ത്യയുടെ ഈ പറഞ്ഞിട്ടുള്ള ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ വംശീയവാദത്തോടുള്ള വിദ്വേഷം. ഇന്ത്യ ഒരിക്കലും ഈ വംശീയവാദം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യമല്ല. അതുകൊണ്ടൊക്കെ ഇന്ത്യ ഒരു വിദ്വേഷപരമായിട്ടുള്ള സമീപനമാണ് എന്തിട്ടുള്ളത്, ഇത്തരത്തിലുള്ള ഈ വംശീയവാദങ്ങളോടൊക്കെ എടുത്തിട്ടുള്ളത് അല്ലേ. മറ്റു രാജ്യങ്ങൾ ഇത്തരത്തിൽ വംശീയവാദത്തെ അനുകൂലിക്കുന്ന സാഹചര്യങ്ങളിൽ അതിനെ അപലപിക്കുന്ന സിറ്റുവേഷൻസാണ് സാധാരണഗതി ഇന്ത്യ കൈക്കൊള്ളുന്നത് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ വംശീയവാദത്തോടുള്ള വിദ്വേഷം എന്നുള്ളത് ഇന്ത്യയുടെ ഈ ഫോറിൻ പോളിസിയുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഓപ്ഷൻ വീണ്ടും നോക്കണം. അപ്പോൾ രണ്ടും വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ. പിന്നെ രണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 1ഉം 2ഉം ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടോ നോക്കാതെ നമുക്ക് ഉണ്ട് അല്ലേ. 1ഉം 2ഉം ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് 2 ഉണ്ട്. അപ്പോൾ 1ഉം 3ഉം എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം അല്ലേ. 1ഉം 3ഉം മാത്രമുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ 1ഉം 2ഉം ഉള്ളതോ അല്ലെങ്കിൽ 1, 2, 3 എന്നുള്ളതോ വരാനുള്ള സാധ്യതയുള്ളത് അല്ലേ. ഈ 2 ഓപ്ഷനാണ് എന്ത് ചെയ്യുന്നത്, വരാനുള്ള സാധ്യതയുള്ളത്. ഇത് നമുക്ക് എന്ത് ചെയ്യണം, മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകണം. മൂന്നാമത്തെ ഓപ്ഷൻ വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ എന്നുള്ളതാണ് അല്ലേ. വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോൾ വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിൽ ഇന്ത്യ സാധാരണഗതിയിൽ അതിൽ ഒരു ഊന്നലില്ല. കാരണം ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിക്കുക, ഇന്ത്യ എല്ലാ കാര്യങ്ങളും പരമാധികാരമുള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മാക്സിമം സ്വയം പര്യാപ്തത എല്ലാ മേഖലകളിലും കൈവരിക്കാൻ വേണ്ടി എന്നും ശ്രമിച്ചിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ വിദേശ സഹായത്തിൻ്റെ ആവശ്യകതയിലുള്ള ഊന്നൽ എന്നുള്ളത് ഇന്ത്യയുടെ വിദേശ നയവുമായിട്ട് ബന്ധപ്പെട്ടിരുന്നതാണ് ഒരു തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അല്ലേ. അപ്പോൾ മൂന്നില്ലാത്ത ഓപ്ഷൻ ഏതാണ്, 1ഉം 2ഉം എ ആണ് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് വരിക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ എ ആണെന്ത് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ എ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക അല്ലേ. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്, റൈറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, ശരിയായിട്ടുള്ളത് എന്നുള്ളൊരു ടിക്ക് എടുത്തിടുക. കാരണം നമ്മൾ ചിലപ്പോൾ നമ്മൾ സെറ്റായിട്ടുള്ള ഓപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട് അല്ലേ. 3 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോകാമല്ലോ.
ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി 1949 നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. നാഷണൽ ഇൻകം കമ്മിറ്റി 1949 എന്ത് ചെയ്തു, രൂപീകരിച്ചു എന്നുള്ളതാണ്. എന്താണ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് ചിലപ്പോൾ എന്താണ് എല്ലാവരും കേട്ടിട്ടുണ്ടാവണം എന്നില്ല അല്ലെ. നാഷണൽ ഇൻകം കമ്മിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ നാഷണൽ ഇൻകം കമ്മിറ്റിയാണോ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിൽ വരുമാനം കണക്കാക്കുന്നത്, അത് 1949 രൂപീകരിച്ചത് എന്നൊക്കെ എന്താണ് ഡൗട്ടുകൾ വരാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് എന്ത് ചെയ്യാം അവിടെ പോസ്റ്റ് ചെയ്യാം അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാദാബായ് നവറോജിയാണ് എന്നുള്ളതാണ് എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെ. ദാദാബായ് നവറോജിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ശ്രമം നടത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. എന്താണ് ഇന്ത്യയിൽ എന്താണ് അല്ലെ ഇന്ത്യയുടെ എന്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് എന്താണ് ആദ്യമായിട്ടൊരു ശ്രമം നടത്തിയത് എന്താണ്, ദാദാബായ് നവറോജിയാണ് എന്ന് എന്താണ് നമുക്ക് അറിയാം അല്ലെ. അദ്ദേഹത്തിൻ്റെ ചോർച്ചാ സിദ്ധാന്തവും ഒക്കെ എന്താണ് പ്രശസ്തമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഈ പറഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് ആണ് അല്ലെ. കറക്റ്റ് ആണ് എന്നുള്ളത് എന്താണ് നമുക്കറിയാം. കാരണം നമ്മൾ എന്താണ് നമ്മൾ എന്താണ് ചെറിയ സ്കൂളുകളിലൊക്കെ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത്. ദാദാബായ് നവറോജി എന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്താണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള, അതായത് ശാസ്ത്രീയമായിട്ടല്ല എങ്കിൽ കൂടി എന്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആദ്യമായിട്ട് നടത്തിയിട്ടുള്ളത് ആരാണ്, ദാദാബായ് നവറോജിയാണ് എന്നുള്ള കാര്യം നമ്മൾ എന്താണ് പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ് ശരിയാണ്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലുള്ള ആൻസർ ആയിരിക്കണം നമുക്ക് എന്താണ് ശരിയായിട്ട് വരേണ്ടത് അല്ലേ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്തത് ഒരൊറ്റ ഓപ്ഷനല്ലോ ഇത് 1, 3. അപ്പോൾ ബാക്കി എന്താണ് ഇതുമായിട്ട് വരാമെന്നുള്ളതാണ്. നെക്സ്റ്റ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്കും കൂടി നമുക്ക് പോവാം. എന്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായിട്ട് ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായിട്ട് ഉൽപ്പന്ന രീതിയും വരുമാന രീതിയും എന്താണ് കണക്കാക്കുക അല്ലെങ്കിൽ എന്താണ് രീതിയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ എന്താണ് എക്കണോമിക്സിലെ പ്രധാനപ്പെട്ട ഭാഗത്ത് പഠിക്കുമ്പോൾ നമ്മൾ എന്താണ് ഇൻകം മെത്തേഡ്, എക്സ്പെൻഡിച്ചർ മെത്തേഡ്, വാല്യൂ ആഡഡ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് പല രീതിയിൽ എന്ത് ചെയ്യുന്നു നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ദേശീയ വരുമാനം കണക്കാക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ 2 പോയിന്റ് നമുക്ക് എന്താണ് ജസ്റ്റ് ആ ഒരു രീതിയിൽ ഓർത്ത് കിട്ടാൻ എന്താണ് ബേസിക് ആയിട്ടുള്ള, അതായത് ഈ നാഷണൽ ഇൻകം കാൽക്കുലേഷൻ്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് ഒരു പോയിന്റ് തന്നെയാണ് ഏത് ഈ പറഞ്ഞിട്ടുള്ള മൂന്നാമത്തെ പോയിന്റ്. മൂന്നാമത്തെ പോയിന്റും കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റും കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അപ്പോൾ അതാണ് 2, 3 അല്ലെങ്കിൽ എല്ലാം ശരി എന്നുള്ള ഓരോ ഓപ്ഷനിലേക്ക് വരും. കാരണം എന്താണ് 3 നമ്മൾ ശരിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 3 ശരിയായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം 1, 2 എന്നുള്ളത് എന്ത് ചെയ്യാം വെട്ടാം അല്ലേ. കാരണം എന്താണ് ഒന്നുകിൽ 2, 3 ശരിയാണ്, അല്ലെങ്കിൽ എന്താണ് എല്ലാം ശരിയാണെന്നുള്ള പോയിന്റിലേക്ക് എത്തി. നമുക്ക് എന്താണ് നമുക്ക് ഡൗട്ടുമുണ്ട് അല്ലെ. നമുക്ക് എന്താണ് ഡൗട്ടുമുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ എത്തി, നമ്മളൊരു 50-50 ചാൻസിൽ എത്തി അല്ലെ. നമ്മൾ എന്താണ് ഒരു 50-50 ചാൻസിൽ എത്തി. നമ്മൾ ആദ്യം എന്താണ് 4 ഓപ്ഷൻസ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. എന്താണ് അവിടെ നമ്മുടെ എന്താണ് സാധ്യത എന്ന് പറയുന്നത് 25% ആയിരുന്നു. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തു അല്ലെ. 2 ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 50-50 ചാൻസിലേക്ക് നമ്മൾ എത്തി അല്ലെ. 50-50 ചാൻസിലേക്ക് ഒന്നുകിൽ സി ആയിരിക്കും അല്ലെങ്കിൽ എന്താണ് ഡി ആയിരിക്കും എന്നുള്ള ആ ഒരു ചാൻസ് ഹൈ ആയിട്ടുള്ള ഒരു ചാൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്ത് എത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനെ നമുക്ക് എന്താണ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് അഥവാ നമ്മൾ 50-50 ചാൻസിൽ എത്തിയിട്ട് ഒരു റിസ്ക് എടുത്ത് നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ നമുക്ക് എന്താണ് ഒരു ചോദ്യം ശരിയാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അത്തരത്തിൽ നമ്മൾ എന്താണ് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ രീതിയിൽ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഈ ഒരു പോയിന്റ് അറിയില്ല എങ്കിൽ കൂടെ നമുക്ക് എന്താണ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാം അല്ലെ. ഈ ഒരു 1949 ഇൻകം കമ്മിറ്റി രൂപീകരിച്ചത് എന്നുള്ള ഈ ഒരു പോയിന്റും എന്താണ് യഥാർത്ഥത്തിൽ ശരി തന്നെയാണ്. ഈ 3 സ്റ്റേറ്റ്മെന്റും എന്താണ് കറക്റ്റ് ആണ്, എല്ലാം ശരിയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ എന്താണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാമല്ലോ. ലോക വ്യാപാര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായിട്ടുള്ളത് കണ്ടെത്തുക അല്ലെ. വീണ്ടും എന്താണ് ശരിയായിട്ടുള്ളത് കണ്ടെത്താനാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാമല്ലോ. ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത് 1995 അല്ലെ. 1995 എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് വർഷം നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു അതായത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട സംഘടനകളും ആ സംഘടനയുടെ ഹെഡ്ക്വാർട്ടേഴ്സും ആ സംഘടനകൾ രൂപീകരിച്ചിട്ടുള്ള വർഷവും ഒക്കെ എന്ത് ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കാരണം എന്താണ് ആ വർഷങ്ങളും എന്താണ് അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സും വെച്ചിട്ടാണ് എന്ത് ചെയ്യുക കൂടുതലും ചോദ്യങ്ങൾ PSCയുടെ ഭാഗത്ത് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഒരു പോയിന്റുകൾ പ്രധാനപ്പെട്ടത് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന അന്താരാഷ്ട്ര സംഘടനയാണ്, എന്താണ് അവരുടെ പ്രധാനപ്പെട്ട എന്താണ് ഏരിയ, അവർ ഏത് ഏരിയയിലാണ് കൂടുതലായിട്ട് പെർഫോം ചെയ്യുന്നത്, ആ കാര്യം പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ഒപ്പം തന്നെ എന്ത് ചെയ്യുക അവ ഏത് രാജ്യത്താണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ലെ, ഏത് സിറ്റിയിലാണ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. പിന്നെ എന്താണ് അതിൻ്റെ
എപ്പോഴാണ് ആ ഒരു സംഘടന രൂപീകരിച്ചത് എന്നുള്ള കാര്യം. ഈ 3 കാര്യം എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. ഓക്കെ, മാക്സിമം എന്ത് ചെയ്യുക, എലിമിനേറ്റ് ചെയ്യുന്ന രീതിയിലെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പോയിന്റ് എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. കാരണം നമുക്ക് എന്താണ്, ഒരു പോയിന്റ് നമ്മുടെ കയ്യിൽ ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ അല്ലെങ്കിൽ ഫാക്റ്റുകൾ എന്ത് ചെയ്യണം, നമ്മൾ അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ എലിമിനേഷൻ മെത്തേഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറും അതൊരു കറക്കിക്കുത്തലായിട്ട് മാത്രം മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സ്റ്റഫ് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ഈ എലിമിനേഷൻ മെത്തേഡ് വഴി നമുക്ക് റൈറ്റ് ആൻസറിലേക്ക് നമുക്ക് എന്താണ് എത്താൻ വേണ്ടി പറ്റുള്ളൂ. ഒരു കാര്യവും പഠിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എലിമിനേഷൻ മെത്തേഡ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവിടെ വരുന്നത് എന്താണ്, കറക്കിക്കുത്താണ്. ഓക്കെ, കറക്കിക്കുത്തല്ല നമ്മൾ ചെയ്യുന്നത് എന്താണ്, നമ്മൾ എലിമിനേഷൻ മെത്തേഡ് വഴി, അല്ലെ, നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെ നമ്മൾ എന്താണ് വേണ്ട രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്താണ് ആ ആൻസറിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്, ആദ്യത്തെ എന്താണ് ഒരു ഡൗട്ടാണ്. കാരണം എന്താണ്, ഒരു വർഷവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നത്, അല്ലെ, സാധാരണ എന്താണ് അറിയുന്ന ആളുകൾ ഉണ്ടാവും, എങ്കിലും എന്താണ് അറിയാത്ത ആളുകളും ചിലപ്പോൾ എന്താണ് സാധ്യതയുണ്ട്. കാരണം ചില ആളുകൾക്ക് എന്താണ് ഈ വർഷങ്ങളൊക്കെ ഓർത്തിരിക്കാൻ വേണ്ടി വലിയ പാടായിരിക്കും, അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും എന്താണ് തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്. നമുക്കറിയാലോ, അത് ഈ ഒരു ലോക വ്യാപാര സംഘടനയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്, അല്ലെ, ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. നമുക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് എല്ലാ രാജ്യങ്ങൾക്കും എന്താണ് തുല്യ അവസരം നൽകുക എന്നത് ലോക വ്യാപാര സംഘടനയുടെ പ്രധാന ലക്ഷ്യമാണ്, അല്ലെ. വ്യാപാര രംഗത്ത് എല്ലാവർക്കും തുല്യമായിട്ടുള്ള പ്രാധാന്യം ലഭിക്കുക, അല്ലെ, എല്ലാവർക്കും അതിനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ WTO എന്തിട്ടുള്ളത് രൂപീകരിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ 2 ഉള്ളൊരു ഓപ്ഷനാണ്, അല്ലേ, 2 ഉള്ളൊരു ഓപ്ഷനാണ്. എല്ലാത്തിലും 2 ഉണ്ട്, അല്ലേ, എല്ലാത്തിലും 2 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് നമുക്ക് പോകാലോ. ലോക വ്യാപാര സംഘടന ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായിട്ട് അറിയപ്പെടുന്നു എന്നുള്ളത്. ഓക്കെ, ഗാട്ട്, ജനറൽ എഗ്രിമെന്റ് ഓഫ് ട്രേഡ് ആൻഡ് താരിഫ് എന്നുള്ള സംഘടനയുണ്ട്. ആ സംഘടനയുടെ പിന്മുറക്കാരനായിട്ട്, അല്ലെങ്കിൽ ഈ WTOയുടെ ആദ്യ രൂപമായിരുന്നു ഇത്, ഗാട്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് കറക്റ്റ് ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം ഗാട്ടിന്റെ പിന്തുടർച്ചക്കാരനായി അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ഗാട്ട് എന്നുള്ളത് ഗാട്ടിന്റെ പിൻഗാമിയാണ് ഏത്, WTO എന്നുള്ളത് എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോകാലോ. അതായത് മൂന്ന് കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റുകൾ നമുക്ക് B എലിമിനേറ്റ് ചെയ്യാം, അല്ലേ, ബാക്കിയുള്ളതിൽ 3 വരുന്നുണ്ട്. നെക്സ്റ്റ് ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് എന്നുള്ളതാണ് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് എന്നുള്ളതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് 100% ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ആൻസർ കറക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഈ 4 ഇല്ലാത്ത ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അല്ലെങ്കിൽ 4 ശരിയാണോ തെറ്റാണോ നമുക്ക് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര സംഘടനകളുടെ സ്ഥാപിക്കപ്പെട്ട സ്ഥലം, വർഷം എന്നിവ എന്ത് ചെയ്യണം, ജസ്റ്റ് നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, ഓർമ്മയിൽ ഉണ്ടാവണം. അതിൻ്റെ മറ്റ് കാര്യങ്ങളോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട അംഗരാഷ്ട്രങ്ങളോ ഒന്നും ഓർമ്മയില്ല എങ്കിൽ കൂടി എവിടെ സ്ഥാപിച്ചു, അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്, എപ്പോൾ സ്ഥാപിച്ചു എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, മറന്നു പോകരുത്. അപ്പോൾ ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ന്യൂയോർക്കിലല്ല, അത് ജനീവയിലാണ്, അല്ലെ, ഇത് ജനീവയിലാണ്. അപ്പോൾ ഈ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പോൾ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റായതുകൊണ്ട് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇല്ലാത്ത ഒരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അത് A ആണ്, 1, 2, 3, അല്ലേ, A ആണ് 1, 2, 3. അപ്പോൾ ഈ ഒരു 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു ചോദ്യം എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, എലിമിനേറ്റ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ പാമ്പാടി ജോൺ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാം എന്നുള്ളതാണ്. നമ്മുടെ കേരള നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്, അല്ലെ. പാമ്പാടി ജോൺ ജോസഫ് നമ്മൾ കേരള നവോത്ഥാനത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം എന്ത് ഓർത്തിരിക്കുക. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ചേരമർ മഹാജന സഭ സ്ഥാപിച്ചു, അല്ലെ, ചേരമർ മഹാജന സഭ സ്ഥാപിച്ചു എന്നുള്ളതാണ്. അതായത് പാമ്പാടി ജോൺ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, പാമ്പാടി, പാമ്പ്, അല്ലെ, പാമ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്നുണ്ട്. ചേരമർ മഹാജന സഭ. ചേര ഒരു പാമ്പാണ്. അപ്പോൾ പാമ്പാടി ചേരമർ മഹാജന സഭ. അതുമായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് വെക്കുക. കാരണം പാമ്പാടി ചേരമർ, ചേര എന്നുള്ളത് ഒരു പാമ്പാണ്, നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു പാമ്പാണല്ലോ, ഏത്, ചേര. അപ്പോൾ ചേര
പാമ്പാണ് എന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, കണക്ട് ചെയ്ത് വെക്കുക. ചേര പാമ്പാണ്. അപ്പോൾ എന്താണ്, പാമ്പാടി ജോൺ ജോസഫും ചേരമർ മഹാജന സഭയും എന്താണ്, ഒരു ലിങ്ക് ഉണ്ട്, കണക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. നിങ്ങൾ അറിയില്ലെങ്കിൽ കൂടി ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക, മറന്നു പോവില്ല എന്ന് വിചാരിക്കുന്നു അല്ലേ. പാമ്പാടി ജോൺ ജോസഫ് എന്താണ്, ചേരമർ മഹാജന സഭ. ചേര എന്താണ്, ഒരു പാമ്പാണ്. ഓക്കെ. സാധുജനദൂതൻ എന്ന മാസിക തുടങ്ങി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, സാധുജനദൂതൻ അല്ലേ. ചേര എന്താണ്, ഒരു സാധുവായിട്ടുള്ള പാമ്പാണ്. ഓക്കെ. ചേര എന്താണ്, ഒരു സാധുവായിട്ടുള്ള പാമ്പാണ്. അതുകൊണ്ട് തന്നെ എന്താ, അതും ആ ഒരു രീതിയിലും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ചേരമർ മഹാജന സഭ എന്താണ്, സ്ഥാപിച്ചു. അതെന്താണ്, സ്റ്റേറ്റ്മെന്റ് കറക്റ്റാണ്. സാധുജന ദൂതൻ എന്ന മാസിക തുടങ്ങി, അതും എന്താണ്, കറക്റ്റാണ് അല്ലെ. അതും എന്താണ്, കറക്റ്റ് ആണ്. ഇത് രണ്ടും കറക്റ്റായി തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൻസർ കിട്ടും. കാരണം എന്താണ്, എല്ലാ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ് എന്നുള്ളൊരു ഓപ്ഷനും ഇതിനകത്തില്ല അല്ലേ. എല്ലാവരും എന്താണ്, 2 ഓപ്ഷൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ എന്താണ്, 1 എന്നുള്ള കറക്റ്റ് ആൻസർ എന്നുള്ള രീതിയിലേ ഉള്ളൂ. അപ്പോൾ നമുക്കറിയാം എന്താണ്, 3 ചോദ്യങ്ങളും അല്ലെങ്കിൽ 3 സ്റ്റേറ്റ്മെൻറ്റും എന്താണ്, എങ്ങനെയും കറക്റ്റായിട്ട് വരില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ട് വരാത്തത് കൊണ്ട് നമുക്കെന്താണ്, ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, 1, 2 എന്നുള്ള ബി എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് പോകാമല്ലോ. ബി എന്നുള്ളത് എന്താണ്, കറക്റ്റാണ്. ഓക്കെ. ആ രീതിയിലേക്ക് പോകാം. അപ്പോൾ പാമ്പാടി ജോൺ ജോസഫുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക എന്താണ്, പാമ്പാടി ജോൺ ജോസഫ് ചേരമർ മഹാജന സഭ അല്ലെ. പാമ്പ് ചേര. അപ്പോൾ എന്താണ്, ഈ ചേര പാമ്പ് എന്താണ്, ഒരു സാധുവായിട്ടുള്ള പാമ്പാണ്. അപ്പോൾ എന്താണ്, സാധു ജന ദൂതൻ എന്നുള്ള മാസികയും സ്ഥാപിച്ചു എന്നുള്ളത് എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാം ജ്ഞാനപീഠ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. നമ്മൾ എന്ത് ചെയ്യണം, ജ്ഞാനപീഠം നേടിയിട്ടുള്ള മലയാളികൾ എന്നുള്ള ഒരു ഭാഗമുണ്ടല്ലോ, ആ ഭാഗം എന്ത് ചെയ്യുക, വളരെ നന്നായിട്ട് ഡീപ്പായിട്ട് തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. ആർക്കൊക്കെ കിട്ടി, ഏതൊക്കെ വർഷങ്ങളിൽ ഏതൊക്കെ കൃതിക്കാണ് കിട്ടിയിട്ടുള്ളത്, അവർക്ക് കിട്ടിയിട്ടുള്ള മറ്റ് അവാർഡുകൾ എന്തൊക്കെ, അവരെപ്പോഴാണ് മരിച്ചു പോയിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും ഓർത്തിരിക്കണം. ഒരു പ്രധാനപ്പെട്ട ഹോട്ട് ഏരിയ തന്നെയാണ് ഏത്, ഈ പറഞ്ഞിട്ടുള്ള ജ്ഞാനപീഠം നേടിയിട്ടുള്ള മലയാളികൾ എന്നുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് പോവാം, അല്ലെങ്കിൽ എന്താണ്, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇതിൽ നോക്കണം എന്താണ്, 4 പ്രസ്താവനകളാണ് തന്നിട്ടുള്ളത് അല്ലേ. 4 പ്രസ്താവനകൾ, ABCD എന്നുള്ള 4 പ്രസ്താവനകൾ. ഇതിൽ ഓർക്കേണ്ടത് എന്താണ്, 4 പ്രസ്താവനകളും ശരി എന്നുള്ള ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റും ഇല്ല. അപ്പോൾ എന്താണ്, ഇതിൽ ഏതൊക്കെ എന്താണ് തെറ്റായിട്ടുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഈ സ്റ്റേറ്റ്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ആൻസറിലേക്ക് നമുക്ക് കടക്കാം. പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഒരു മലയാളിയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെ. ജി ശങ്കരക്കുറുപ്പിനാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടുന്നത്. അപ്പോൾ എന്താണ്, എ കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ശരി അല്ലേ. എ ഇല്ലാത്തൊരൊറ്റേ ഉള്ളൂ, അത് നമുക്ക് വെട്ടിക്കളയാം. ഓക്കെ. എ ഇല്ലാത്തൊരൊറ്റേ ഉള്ളൂ, ഇത് നമുക്ക് എന്ത് ചെയ്യാം, വെട്ടിക്കളയാം. ഇനി എന്താണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. അതിനാണിപ്പാടത്തിന്റെ കഥ പറഞ്ഞ കയറ് 1984 ജ്ഞാനപീഠ പുരസ്കാരം നേടി എന്നുള്ളതാണ് അല്ലേ. എന്താണ്, അതിനാണിപ്പാടത്തിന്റെ കഥ പറഞ്ഞിട്ടുള്ള കയറ് എന്താണ്, 1984 ജ്ഞാനപീഠ പുരസ്കാരം നേടി എന്നതാണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഒരു പ്രശ്നമുണ്ട്. നമുക്കറിയാം എന്താണ്, അതിനാണിപ്പാടത്തിന്റെ കഥകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിനാണിപ്പാടത്തിന്റെ കഥ പറഞ്ഞിട്ടുള്ളത് ആരാണ് നമ്മളോട്, അത് SK പൊറ്റക്കാടാണ് അല്ലേ. കയർ ആരുടേതാണ്, SK പൊറ്റക്കാടിന്റെ ആണോ, അല്ല. കയർ ആരുടേതാണ്, തകഴിയുടെ കൃതിയാണ് കയർ അല്ലേ. അപ്പോൾ എന്താണ്, ഇത് രണ്ടും എന്താണ്, കോൺട്രഡിക്ടറി ആയിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റാണ് അല്ലേ. ഇത് രണ്ടും എന്താണ്, കോൺട്രഡിക്ടറി ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ്, അതിനാണിപ്പാടത്തിന്റെ കഥ പറഞ്ഞിട്ടുള്ള എന്താണ്, കയർ 1984 ജ്ഞാനപീഠ പുരസ്കാരം നേടി എന്ന് പറഞ്ഞാൽ എന്താണ്, അത് അട്ടർ എന്താണ്, ഫ്ലോപ്പായിട്ട് അല്ലെങ്കിൽ എന്താണ്, അട്ടർ നോൺസെൻസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. കാരണം എന്താണ്, അതിനാണിപ്പാടത്തിന്റെ കഥ മലയാളികളോട് പറഞ്ഞിട്ടുള്ളത് ആരാണ്, അത് SK പൊറ്റക്കാടാണ് അല്ലേ. അതിനാണിപ്പാടത്തിന്റെ കഥകൾ എന്താണ്, മലയാളികളോട് പറഞ്ഞിട്ടുള്ളത് ആരാണ്, അത് SK പൊറ്റക്കാടാണ്. 1984 കയർ എന്ന് പറയുമ്പോൾ നമുക്ക് പോകും ഏതാണ്, കയർ ആരുടേതാണ്, തകഴിയുടെയാണ് അല്ലേ കയർ. അപ്പോൾ എന്താണ്, ആ 2 സ്റ്റേറ്റ്മെന്റ് കണക്ട് ആയിട്ട് വരില്ല എന്നുള്ള കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. അപ്പോൾ ബി വരാനുള്ള സാധ്യത വളരെ വരില്ല. അപ്പോൾ ബി ഇല്ലാത്ത ഒരു ഓപ്ഷൻ ആയിരിക്കണം അല്ലേ. കിട്ടി ആൻസർ ബി. അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. അത് ജസ്റ്റ് നോക്കാമല്ലോ. ജ്ഞാനപീഠ പുരസ്കാരം ഒരു സർക്കാർ പുരസ്കാരമല്ല അല്ലല്ലോ. യെസ്, നമുക്കറിയാം എന്താണ്, ജ്ഞാനപീഠം ട്രസ്റ്റാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ജ്ഞാനപീഠ പുരസ്കാരം നൽകുന്നത്. സർക്കാർ ലെവലിൽ നൽകുന്ന ഒരു പുരസ്കാരമല്ല ഏത്, ഈ ജ്ഞാനപീഠ പുരസ്കാരം എന്നുള്ളത് എന്ത് ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്, സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണത്. അപ്പോൾ സി കറക്റ്റാണ്. പിന്നെ ഡി എന്താണ്, സാഹിത്യത്തിലെ സമഗ്ര സംഭാവന പരിഗണിച്ച് മലയാളത്തിലെ 3 എഴുത്തുകാർക്ക് എന്താണ് ജ്ഞാനപീഠം ലഭിച്ചു എന്നുള്ളതും അതെന്താണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ എന്താണ്, ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു പോയിന്റിനെ അല്ലെങ്കിൽ എന്താണ് ഈ ഒരു ആൻസറിലേക്ക് നമ്മൾ എത്തി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്താണ്, ഒരു ഹോട്ട് ഏരിയ തന്നെയാണ് ഈ പറഞ്ഞ ജ്ഞാനപീഠം എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. നിലവിൽ എന്താണ്, എത്ര പേർക്ക് ജ്ഞാനപീഠം ലഭിച്ചു, ഏത് കൃതിക്ക് ലഭിച്ചു, ഈ പറഞ്ഞിട്ടുള്ള എന്താണ് സമഗ്ര സംഭാവനയ്ക്ക് ആർക്കൊക്കെ ലഭിച്ചു, ഏതൊക്കെ വർഷങ്ങളിൽ ലഭിച്ചു, അവരുടെ മറ്റ് പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണ്, അവർക്ക് കിട്ടിയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട അവാർഡുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം എന്ത് ചെയ്യുക,
അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഈ അവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിൽ ഈ പറഞ്ഞിട്ടുള്ള ജ്ഞാനപീഠം നേടിയ മലയാളികൾ എന്നുള്ളത് എന്താണ് PSCയുടെ ഒരു ഹോട്ട് ഏരിയ തന്നെയാണ്. ആ ഒരു ഏരിയ എന്താണ് മാക്സിമം സ്ട്രെസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 5 സ്റ്റേറ്റ്മെൻറ്റ് വൈസ് എന്താണ് ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് ചെയ്തു, ഈ പറഞ്ഞിട്ടുള്ള എലിമിനേഷൻ മെത്തേഡ് വഴി നമ്മൾ എന്ത് ചെയ്തു, സോൾവ് ചെയ്തു അല്ലേ. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു, പ്രധാനമായിട്ട് ഈ 5 സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യനാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, കറക്റ്റ് ചെയ്തിട്ടുള്ളത്. മറ്റ് ചോദ്യങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി.